ചേട്ടോ, പോത്തിനെന്താ വില? 250 രൂപ. 250 രൂപ തരുന്നതല്ല ചേട്ടാ. എല്ലും കൊഴുപ്പൊന്നും ഇല്ലാതെ ആ ഇറച്ചി അങ്ങോട്ട് വെട്ടിയിടും. ഇതേ പട്ടിക്ക് കൊടുക്കാനല്ല. ഇത് എല്ലും കൊഴുപ്പൊക്കെ ഞാൻ ആ കൊടുക്കാനാ. ഗ്യാസ് തീർന്നിട്ട് ഒരാഴ്ചയായി. ആരോട് പറയാനാ? ഞാൻ ഈ നരകത്തിൽ കിടന്ന് പണിയെടുത്ത് ഓടുന്നു. ഓ, ഇതൊക്കെ കാണുമ്പോഴാ എനിക്ക് കരി കയറി വരുന്നത്. ഇതൊക്കെ വല്ല സീരിയലും അഭിനയിക്കാൻ പോകൂടെ കള്ളി. എന്നാ മക്കളെ, രാവിലെ ആരോടാ അമ്മച്ചി ബഹളം? നിങ്ങൾ അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ജോണേ. ഒരുത്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. നീ നോക്കിയേ, ഞാൻ ഒരുത്തി ഒറ്റയ്ക്ക് വീട്ടിൽ എന്തെല്ലാം ചെയ്യണം? പതുക്കെ പറ അമ്മച്ചി, അമ്മ കേക്കും. ആ കേക്കട്ടെ. മേഴ്സി, നീ ഒന്ന് അടുക്കളയിലോട്ട് പോയിക്കേ. മോളവിടെ ഇരിക്കുക. മോളൊരു ജീവിയാണ്. മടങ്ങി വരരുത്. വന്നാൽ അമ്മേ, അത് 2 കിലോ പോത്താ. തേങ്ങാ കൊത്തിട്ട് പിടിപ്പിക്കും. തേങ്ങ മാങ്ങയൊക്കെ ഉണ്ടാക്കാൻ നിന്റെ പെണ്ണുപിള്ളടുത്ത് പറ. കൊച്ചമ്മകത്ത് വിശ്രമിക്കുന്നുണ്ട്. എന്റെ പൊന്നമ്മച്ചി വീണ്ടും രാവിലെ തന്നെ വഴക്കിന് നിൽക്കല്ലേ. അളിയനൊക്കെ ഉള്ളതല്ലേ, കേട്ടാ നാണക്കേടാ. അവളോട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ എന്നല്ലേ പറഞ്ഞത്. എന്നും ഇത് ഞാനും പറ്റതാ 2 സുഖപ്രസവമായിരുന്നു. കാര്യം എന്താ? ഇവിടെ പോലെ കള്ളടിച്ചേറി കിടന്നിട്ടില്ല. ഇത് നീ നോക്കിക്കോ. ഓപ്പറേഷന് വേണ്ടി 10-20,000 രൂപ തൊളി. അവക്ക് വയറ്റിലുണ്ടാകുന്നവരെ അവള് തന്നെ അല്ലേ അമ്മ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ വെറുപ്പിക്കാതെ എനിക്കൊരു ഇച്ചിരി സമാധാനം എന്താ? അതേടാ, നിനക്ക് നിന്റെ പെണ്ണുപിള്ളക്ക് സമാധാനം തരാത്തത് ഞാനല്ലേ. ഞാനങ്ങ് ചാവാൻ പ്രാർത്ഥിക്കും. പ്രിൻസി, ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ച് അവിടെ അടുക്കള വെച്ചിട്ടുണ്ട്. നീ എടുത്ത് എങ്ങനെയാന്ന് വെച്ചാൽ കറി വെക്കും. നീ എവിടെ നിൽക്ക്? അത് കൊള്ളാലോ. വല്ലപ്പോഴും നാട്ടിൽ വരുന്ന എന്റെ കൊച്ചു കഷ്ടപ്പെട്ടോട്ടെ. എന്നാലും നീ നിന്റെ പെണ്ണുപിള്ള എഴുന്നേപ്പിക്കല്. ഇതിവിടെ നടക്കത്തില്ല മോനെ. കെട്ടിയോന്റെ തലവട്ടം കണ്ടപ്പോ അവക്കടെ സൂക്കേടെല്ലാം അങ്ങ് പോയി. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ പോയി TV ആണ്. കൊണ്ട് തട്ടിക്കൊടുക്കടാ. നിന്റെ ദേഹം ഉയർന്നല്ലോ, എന്റെ മനുഷ്യൻ പൈസയല്ലേ. നീ ഇങ്ങനെ എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ദിവസം 2-3 തവണ മോട്ടർ അടിക്കും. രാത്രി 12 മണി കഴിഞ്ഞാലും നിന്റെ മുറി ലൈറ്റ് അടയ്ക്കും. 1 മാസത്തെ പലചരക്ക് സാധനം ഒറ്റ ആഴ്ച കൊണ്ട് നിന്റെ പെണ്ണുപിള്ള തീർക്കും. ഇങ്ങനെ മുടിക്കാനാണെങ്കിൽ ഇവിടെ പറ്റത്തില്ല. ഇപ്പൊ ഇറങ്ങിക്കൊള്ളാൻ 2 ഓ, അത് ശരി. അപ്പൊ അതിനായിരുന്നല്ലേ ഈ അംഗം മുഴുവൻ. ഒരൊറ്റ മാസം എനിക്ക് ജോലി ഇല്ലാതായപ്പോ നിങ്ങൾ കണക്ക് പറച്ചിൽ തുടങ്ങിയല്ലോ. അതിനു മുമ്പ് മാസാമാസം എനിക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങളുടെ കയ്യിലോട്ട് തന്നെയല്ലേ ഞാൻ കൊണ്ട് തന്നോണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പെൻഷൻ, അത് 10-22 കൊല്ലം എന്റെ അപ്പം KSEB കിടന്ന് വേർത്തന്നെ കിട്ടുന്നതല്ലേ. നിങ്ങൾ കൊള്ളാലോ തള്ളേ. ഇറങ്ങിക്കോളാം. ഇവിടെ ഞാനും ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോളാം. ഇത് നിങ്ങളുടെ പെൻഷൻ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലോ. ഈ നശിച്ച സീരിയലുകൾ കണ്ടു തുടങ്ങിയ പിന്നെ ഈ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്. ഇനി ഞാൻ ഇറങ്ങിക്കോളാം. അറിയില്ല. കൊച്ചുപറമ്പിൽ ഫിലിപ്പോസിന്റെയും അന്നമ്മയുടെയും 2ാമത്തെ സന്തതി അനിൽ ആൻഡോ. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ ഗൊറില്ല ഡാർവിൻ നായകനാകുന്ന ഈ കഥയിലെ വില്ലൻ ഇയാളാണ്.
വിഷ്വൽ കിട്ടിയില്ലേ? കൊള്ളാം രവി, നന്നായിട്ടുണ്ട്. പിന്നല്ലാണ്ട് ഇതൊക്കെ ഒരു സ്ലോ മോഷൻ ക്യാമറ വെച്ചിട്ടെ നല്ല സ്ലോവിൽ ഷൂട്ട് ചെയ്ത സ്ലോ മോഷനിലാണ് നമ്മൾ എടുക്കുന്നത്. കൺസീവ് ചെയ്തേക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചുമന്ന പച്ചമുളകിന്റെ ഇടയിൽ കൂടി ചാടി വരുന്ന വില്ലി. ചുവന്ന പച്ചമുളകായിരുന്നോ? ചുമപ്പ്. എന്റെ മനസ്സില് നല്ല പച്ചമുളകിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചാടി വരുന്ന വില്ലി. പൊളിക്കൂലേ? പച്ചവട പച്ചാക്ക ബദാം ജ്യൂസ്. ബദാം ജ്യൂസ്. Same bitch. അത് കുഴപ്പമില്ല കേട്ടോ, അത് ഡെലിവറി ഇഷ്ടം പോലെ മാറ്റിയാൽ മതി. കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും പോയി കോസ്റ്റ്യൂം മാറിക്കൂടും, നമുക്ക് ഓക്കേ, എടുക്കാം. ഓക്കേ. ഒരു മിനിറ്റ് ഇങ്ങോട്ട്, ഒരു മിനിറ്റ്. ഈ ഷർട്ട് ഇട്ട് അഭിനയിച്ച മോശമോ? മോശം? എന്ത് മോശം? ഈ വിജയ് സൂര്യ അല്ലൂർജുനൊക്കെ എങ്ങനെയാ വന്നത്? ഷട്ടി പിടിച്ചതിലല്ലേ? ആണോ? അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഇട്ടിട്ട് വരാം. ഒന്ന് വരൂ. ഞാനൊരു 10,000 മെഡിസിൻ പറഞ്ഞില്ലേ, ഇവിടെ എടുത്തു വേണ്ടിട്ടേ. ഓക്കെ, പടം ചെയ്യട്ടെ നമുക്ക്. ഇതോടെ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഡ്രസ് ഒക്കെ കുറച്ച് പൊളി ഫോട്ടോസ് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡ്രസ് ഒക്കെ മാറ്റിട്ട് ഷട്ടിട്ട് എടുക്കാം. ഓക്കെ, ഓക്കെ. പൊളിക്കും. ചെല്. ഓക്കെ, പൊളിച്ചിട്ട് സുണ്ടുടാ ബദാമിൽക്കെന്താ ആക്ഷൻ. ഹലോ എടാ, ഞങ്ങളിവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ. നീ അഡ്രസ് പറഞ്ഞാലും മതി. കണ്ട് ഇന്ന് പോരെ. നീ ഇറങ്ങൂലേ? മമ്മൂട്ടി ഒന്നല്ലല്ലോ. ഇല്ലേ, സുഖല്ലേടാ മിസ്റ്റർ കൊട്ടാരക്കര. ബസ്സിലേക്ക് പോയില്ലോടെ. ഞങ്ങൾ പഴയ ജിമ്മേറ്റ്സാ. ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. എടാ, ഇത് വാസ്കോ, നെഗറ്റീവ് തൊമ്മൻ. നിങ്ങൾ കയറി പോവാം. കയറിക്കോ. കുറച്ചുകൂടി കുടിക്കേ? വേണ്ട, മതി. ഒരേ ഇരിപ്പിരുന്ന് വന്നതിന്റെ ക്ഷീണ. ദൂരം കുറയില്ലേ? ട്രെയിന് വന്നാ പോരായിരുന്നോ? അത് സാരമില്ല, നല്ല ഉറക്കുറങ്ങി കഴിയുമ്പോൾ ശരിയാവും. അത് കഴിഞ്ഞൊരു ആവിയും കൂടെ പിടിക്കാം, സൂപ്പറായിരിക്കും. അവിടെ നോക്കിക്കത് കഴിക്കടാ. വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല. ഈ വയറും വെച്ച് നിന്നെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം മണിക്കൂർ 7-8 ഫോൺ അവിടെ ഉണ്ടല്ലോ. നമുക്ക് തിരിച്ചു പോയാലോ? പോയിട്ട് നീ പേടിക്കാതിരിക്കുക. ഹാഷർ ഒരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിക്കാൻ ഒരു ചെറിയ വാടക വീട് കണ്ടുപിടിക്കണം.